ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് മാപ്പിൽ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ചെന്നായക്കവല എന്ന ഒരു സ്ഥലമാണ്. ഇവിടെ അടുത്താണ്, ഏകദേശം 25 കിലോമീറ്റർ ആണ് ഉള്ളത് അറിഞ്ഞ പ്രകാരം. അപ്പോൾ നമ്മൾ ഇന്ന് അവിടത്തേക്കാണ് പോകാനുള്ള ഒരു പ്ലാൻ ഉള്ളത്. ഞാനുണ്ട്, ഹരിയുണ്ട്, പിന്നെ ഇതാ നമ്മുടെ 220 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ച് ഡിസിമിയുടെ പുതിയൊരു വീഡിയോ സ്വാഗതം. നമുക്ക് ഈ യാത്രയിൽ ലഭിച്ച എക്സ്പീരിയൻസോ ഹാപ്പിനെസ്സോ ഫീലിങ്സോ ഒന്നും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ കിട്ടില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. കാരണം വീഡിയോയും എക്സ്പീരിയൻസും രണ്ടായി തന്നെയാണ് എന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കൽപ്പറ്റയിൽ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിലേക്കുള്ളത്. നമ്മൾ പോകാൻ പോകുന്ന ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലെന്നാണ് സത്യം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടയറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നേരെ ഫ്യൂല് ഫില്ല് ചെയ്യാൻ വേണ്ടി വെള്ളാരംകുന്നിലെത്തിയിട്ടുണ്ട്. ഇതിവിടുന്ന് ഫ്യൂല് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചുണ്ട വൈത്തിരി ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. വൈത്തിരിയിൽ നിന്നാണ് തിരിഞ്ഞ് പോകേണ്ടത്. വൈത്തിരി ഏകദേശം 6 കിലോമീറ്ററാണ് ഉള്ളിലേക്ക് ഉള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. ഏകദേശം കണക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പറയുന്ന പോലെ ഗൂഗിൾ ജിമിനിയോട് ചോദിച്ചാൽ പോലും ചെന്നായക്കവല എന്നൊരു സ്ഥലം ഇല്ലെന്നാണ്, വയനാട്ടിലില്ലെന്നാണ് അവർ പറയുന്നത്. മലപ്പുറത്തുള്ള ഏതോ ഒരു ജംഗ്ഷൻ ചെന്നായക്കവല എന്ന പേരിൽ അറിയുന്നുണ്ട്. അതിൻ്റെ ഇതൊക്കെയാണ് ലൊക്കേഷനായിട്ട് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ സുഗന്ധഗിരി എന്ന് അടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. സുഗന്ധഗിരിയെ പറ്റി പറയുകയാണെങ്കിൽ 1970-77 കാലഘട്ടങ്ങളിൽ ആദിവാസികളുടെ പുനരധിവാസത്തിനും അതുപോലെ അവരുടെ വരുമാന മാർഗ്ഗത്തിനും വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്ലാന്റേഷനാണ്. ഇത് പോകുന്ന വഴിയിലുള്ള ഒരു ഇതാണ്, നിസാൻ ജോങ്കിയാണിത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആദിവാസികളുടെ പുനരധിവാസത്തിനും അതുപോലെ തന്നെ അവരുടെ വരുമാനത്തിനും വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഒരു കാഡമിൻ്റെയും അതുപോലെ തന്നെ കോഫി പ്ലാന്റേഷനാണിത്. അവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ താമസിക്കുന്നുണ്ട്. നമ്മളിത് വൈത്തിരിയിൽ നിന്ന് തിരിഞ്ഞ് ഏകദേശം 6 കിലോമീറ്റർ ഉള്ളിലേക്കാണ് പോകേണ്ടത്. സുഗന്ധഗിരിയും സെർച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് കിട്ടുന്നത്. സുഗന്ധഗിരിയും കഴിഞ്ഞ് കുറച്ചുകൂടെ പോകാനുണ്ട്. പിന്നെ ഈ ഒരു പോകുന്ന വഴിയിൽ അത്യാവശ്യം റിസോർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളും തിരിച്ചു പോകുന്നതൊക്കെ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അങ്ങിങ്ങായി കാണുന്ന ഒരു ഓട്ടോ അല്ലെങ്കിൽ ആൾക്കാർ അപൂർവമായിട്ട് മാത്രമാണ് കാണുന്നത്. അത്രയ്ക്കും പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്, ആംബിയൻസ് ആണ്. ആരുമില്ല. നല്ലൊരു സമാധാനപരമായിട്ട് റൈഡ് ചെയ്ത് പോകാനുള്ള ഒരു ഇത് വേണം. ഡെസ്റ്റിനേഷനും ഇല്ല. ഡെസ്റ്റിനേഷൻ ടൂറിസ്റ്റ് സ്പോട്ടോ കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് ടൂറിസ്റ്റുകളും കുറവാണ്. ജസ്റ്റ് റൈഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളൊരു റൂട്ടാണ് എന്ന് വേണം പറയാൻ. പോകുന്ന വഴിക്ക് പാലങ്ങളൊക്കെ കൊണ്ട് നല്ല അതിമനോഹരമായ പാലങ്ങളും കാര്യങ്ങളൊക്കെയാണുള്ളത്. നമ്മൾ രണ്ടാമത്തെ ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ലെഫ്റ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം റോഡ് നല്ല റോഡെന്ന് പറയാം, മോശമെന്നും പറയാം. കാരണം വെച്ചാൽ കുറച്ച് നല്ല ഭാഗങ്ങളുണ്ട്, അതുപോലെ തന്നെ മോശം ഉണ്ട്. ഒരുപാട് മെജോറിറ്റി, അതായത് കൂടുതൽ വരുന്നത് കോൺക്രീറ്റ് റോഡുകളാണ് വരുന്നത്. കോൺക്രീറ്റ് റോഡുകളും ഒരുപാട് പഴക്കമുള്ള റോഡുകളാണ്. നമ്മളിത് ജസ്റ്റ് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ലൊക്കേഷൻ്റെ ബ്യൂട്ടി കണ്ടിട്ടാണ് നിർത്തിയത്. പക്ഷേ ഈ ക്യാമറയിൽ എത്രത്തോളം അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ ഈ ഒരു ലൊക്കേഷൻ നോക്കുവാണെങ്കിലും മഴക്കാലത്ത് അടിപൊളിയായിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ഇതിപ്പം വേനലായതുകൊണ്ട് വറ്റി വരണ്ടിട്ടുണ്ട്. മഴക്കാലത്താണെങ്കിൽ ഇതിലൊക്കെ വെള്ളമൊക്കെ കുത്തിയൊലിച്ച് പോകുന്ന കാണാൻ നല്ല സ്റ്റൈലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമാധാനപരമായ റൈഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണെന്ന് ഒന്ന് വേണം പറയാൻ. കാരണം ഇതിന് ഡെസ്റ്റിനേഷനോ ടൂറിസ്റ്റ് സ്പോട്ടോ ഒരു വ്യൂ പോയിൻറ്റോ അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അതുമാത്രമല്ല, ഈ ഒരു ചെന്നായക്കവല എന്നുള്ളതൊരു ടൗണാണോ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. മുന്നേ നമ്മൾ കൽപ്പറ്റയിൽ ഈവനിങ് വാക്കിന് പോകുമ്പോഴാണ് ഈ ഒരു ബസ്സിൻ്റെ മേലെയുള്ള ചെന്നായക്കവല എന്നുള്ള ഒരു പേര് നമ്മൾ ശ്രദ്ധിച്ചത്. അതിനുശേഷമാണ് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതും അത് എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനും പിന്നെ പോകാനുള്ള ആഗ്രഹങ്ങളൊക്കെ തോന്നി തുടങ്ങിയത് അതിനുശേഷം പിന്നെ നമ്മളിതാ ഇപ്പോൾ കുറേ കാലമായി പ്ലാൻ ചെയ്യുന്നത്, പക്ഷേ നടന്നിട്ടില്ല. ഒരു സൺഡേ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ല, അല്ലെങ്കിൽ ഗൂഗിൾ ജിമിനിയോട് ചോദിച്ചിട്ട് കിട്ടാത്തൊരു നെയിം ഇതാ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്. ചെന്നായക്കവല റോഡ് എന്നുള്ള കാര്യം ഈ ഒരു ബോർഡിൽ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗൂഗിൾ ജിമിനിക്ക് തെറ്റിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. അപ്പോൾ നമുക്ക് ഇന്നും കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകാം. ഇനി ഇത് പറയുകയാണെങ്കിൽ ഇതിൽ ബസ് റൂട്ട് ഉണ്ട് കേട്ടോ. KSRTC 2-3 ബസ്സുകൾ ഇതിലൂടെ ഓടുന്നുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ കൽപ്പറ്റയിൽ നിന്ന് വരുന്ന ബസ്സുകളുണ്ട്. ഇത് കൽപ്പറ്റയിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ബസ്സാണ് KSRTCകളാണ് ഇതിലൂടെ ഓടുന്നത്. 2-3 ആണ്. കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. അതുപോലെ തന്നെ സമയവും കറക്റ്റ് അറിയില്ല. നമ്മൾ വൈകുന്നേരം നടക്കാൻ പോകുമ്പോൾ അധികം കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബസ് റൂട്ട് അമ്പ എന്ന് പറയുന്നൊരു സ്ഥലം വരെയാണ് ഇതിൻ്റെ ബസ് റൂട്ട് വരുന്നത്. അവിടുന്ന് ബസ് തിരിച്ചു വരുന്നതാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ KSRTC ഇപ്പോൾ കൽപ്പറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ കോൺക്രീറ്റ് റോഡിലേക്കാണ് നമ്മൾ എത്തുന്നത്. അത്യാവശ്യം നല്ല പഴക്കമുള്ള കോൺക്രീറ്റ് റോഡെന്ന് വേണം പറയാൻ. കോൺക്രീറ്റൊക്കെ തേഞ്ഞ് കമ്പികളൊക്കെ പുറത്ത് വന്ന രീതിയിലാണുള്ളത്. നല്ല ചുരം പോലുള്ള രീതിയിലാണ് ഇതിൻ്റെ റോഡിൻ്റെയൊക്കെ നിർമ്മിതി. ഇതിലൂടെ ആ ബസ്സും കൊണ്ട് പോകുന്ന ഒരു ഡ്രൈവറെ സമ്മതിച്ചേ പറ്റും. അത്രക്കും ഇടുങ്ങിയതും അതുപോലെ തന്നെ ഈ ഒരു കർവി ആയിട്ടുള്ള റോഡ്സ് എന്ന് വേണം പറയാൻ. ഇവിടെയൊക്കെ കമ്പീൻ്റെ ഇതൊക്കെ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. അത്രയും പഴകിയതായതുകൊണ്ടാണ് അത്രയും കോൺക്രീറ്റൊക്കെ തേഞ്ഞ് തീർന്നതാണ്. ഇനി കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ
ഇതൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷേ ഈ വണ്ടിയുടെ അടിഭാഗം തട്ടിപ്പോകുന്നുള്ളൊരു പേടിയിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് തന്നെ. മുന്നോട്ട് പോകാൻ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് നമുക്ക് കാണാൻ പറ്റി. നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബസ് സ്റ്റോപ്പ്. പിന്നെ ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റാണ്. പൊതുവേ ഈ ഒരു മാസം പുറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ വയനാട്ടിലും നല്ല ചൂടാണ്. പക്ഷേ ഇതിനുള്ളിലേക്ക് നമുക്കൊരു വലിയ രീതിയിലുള്ള ചൂടോ കാര്യങ്ങളോ ഇല്ല. നല്ലൊരു റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഓൾമോസ്റ്റ് റോഡ്സൊക്കെ കാണാൻ ഇടിഞ്ഞതും ഒരു ഓൾമോസ്റ്റ് ഈ മരങ്ങൾക്കിടയിലൂടെ പോകുന്നതുകൊണ്ട് സെയിം ഫീൽ തന്നെയാണത്. അതുകൊണ്ട് മോറോവർ ഞാൻ കുറേ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് കട്ട് ചെയ്തിട്ട് മാക്സിമം ചുരുക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ പോകുന്ന പോക്കിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ നിർത്തിയിട്ട് വീഡിയോസ് എടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ വെറും ട്രാവലിങ്ങിൻ്റെ ഇത് മാത്രമായി പോകും. അതുകൊണ്ട് നമ്മൾ മാക്സിമം നിർത്തി എടുക്കാണ്ട് പാറക്കെട്ട് കാണുമ്പോഴും വെള്ളച്ചാട്ടം പോലുള്ളതൊക്കെ കാണുമ്പോഴൊക്കെ നിർത്തിയിട്ട് വീഡിയോസ് എടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മുന്നോട്ടേക്ക് പോകാനും കുറച്ചുണ്ട്. എത്ര ദൂരം ഉണ്ടെന്ന് വെച്ചാൽ 6 കിലോമീറ്ററാണ് വൈത്തിരി എന്ന് പറഞ്ഞത്. ഏകദേശം നമ്മൾ ഒരു 4 കിലോമീറ്ററോളം ഓടിയെന്നാണ് എനിക്ക് തോന്നുന്നത്, ഏകദേശം കണക്കാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴും കുറച്ച് നല്ല ഒരു പ്ലേസൊക്കെ എത്തുന്നുണ്ട്. ഇതായി എനിക്ക് തോന്നുന്നത് ആ ബസ് തിരിക്കാൻ പാകത്തിലുള്ളൊരു സ്പേസ് ഇവിടെ മാത്രമാണ് കാണാൻ സാധിച്ചത്. ഇതായിരിക്കണം അമ്പ എന്ന് പറയുന്നത് ആ സ്ഥലം. ഇവിടെ നിന്നാണ് ബസ് തിരിക്കാനുള്ളൊരു സ്പേസ് കാണുന്നുള്ളൂ. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബസ് തിരിക്കാനുള്ളൊരു സ്പേസ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം ഒരു ഹോണ്ടഡ് ആയ രീതിയിൽ കുറച്ച് വീടുകളും അതുപോലെ തന്നെ ഒരു ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റി. നല്ല ഹൊറർ ഫീലിങ്ങിലുള്ളതാണ്. സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റുന്നതാവാം. നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ആ ഒരു ഇതിൻ്റെ ഡോറും ഇതൊക്കെ പൊളിച്ചു മാറ്റിയ രീതിയിലാണ്. പക്ഷേ ഇതെന്തിൻ്റെ ബിൽഡിംഗ് ആണെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. ഒരു ഹിൻഡും അതിൻ്റെ മേലെ കിട്ടാത്ത രീതിയിലാണ് അത് ഉള്ളത് ഇപ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ അടുത്തൊരു സ്പോട്ട് എത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ പാറക്കെട്ടും ഒരു അരുവി പോലുള്ള രീതിയിലുള്ളൊരു ഇതൊക്കെയാണ്. നമ്മൾ ജസ്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇറങ്ങുമ്പോഴും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ആനയുടെയോ അല്ലെങ്കിൽ മുതലിൻ്റെയോ ഒക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അതുപോലെ തന്നെ ആരോട് ചോദിക്കാൻ ഒരാളും ചുറ്റുപാടിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. അങ്ങിങ്ങായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് പോകുന്നൊരു ഓട്ടോയും അതുപോലെ തന്നെ എപ്പോഴും പോകുന്ന 2 വീലേഴ്സും മാത്രമാണുള്ളത്. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് വേഗം വീഡിയോ എടുത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഈ ഒരു പച്ചപ്പിൻ്റെ ഫീലൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ആന വരുന്ന സ്ഥലമാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു ഇതിൻ്റെ ഒരു കിടപ്പ് വശം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ഇവിടെയും മഴക്കാലത്ത് അടിപൊളിയായിരിക്കും, കുത്തിവലിച്ച് വരുന്ന കാണാൻ രസമായിരിക്കും. ഇനി ഇവിടുന്ന് മുന്നോട്ടേക്ക് കുറച്ചും കൂടിയേ ഉള്ളൂ. നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചെന്നായ്ക്കാവല എന്ന് പറഞ്ഞ ടൗൺ ആണോ എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോയി. മുന്നോട്ട് ഏകദേശം അത്യാവശ്യം മുന്നോട്ട് എത്തിയപ്പോഴാണ് ഒരു ബോർഡ് ഫോറസ്റ്റിനെ കണ്ടത്. ഇനി അതിക്രമിച്ച് കടന്നു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളൊരു ബോർഡ് കണ്ടപ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ അവിടെ നമ്മൾ നിരാശപ്പെടുത്തിയിട്ടില്ല. അത്യാവശ്യം നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. യാത്രയുടെ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൈൻഡും അതുപോലെ തന്നെ നല്ല റിലാക്സ് ആയിട്ടുള്ള ഡ്രൈവും നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ്. അത്യാവശ്യം ഡെസ്റ്റിനേഷൻ നോക്കാതെ റൈഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ലൊക്കേഷൻ എന്ന് വേണം പറയാൻ. പിന്നെ വരുന്നവർ ശ്രദ്ധിക്കുക, ഇത് ഒരു വൃത്തിയുള്ളൊരു സ്ഥലമാണ്. അത് നമ്മളായിട്ട് മലിനപ്പെടുത്തരുത്. പ്ലാസ്റ്റിക്കും കുപ്പിയും ബോട്ടിലും കൊണ്ടിടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനലി നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള പരിപാടിയാണുള്ളത്. ഫോറസ്റ്റ് കയറി അടുത്ത പണി മേടിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ ഹരി ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പീസ്.